തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 6ൽ സഞ്ചരിക്കുന്ന രാഹുവും 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുമൊക്കെ ഗുണത്തെ ചെയ്യുന്നു. അതുപോലെ 2ൽ ബുധനും ശുക്രനുമാണ്. പൊതുവെ കഴിഞ്ഞ കുറേ കാലത്തെ വിഷമങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു സമാശ്വാസം ലഭിക്കുന്ന ആഴ്ചയായിട്ട് വേണം ഈ ആഴ്ചയെ കാണാൻ. പ്രധാനമായും തങ്ങളുടെ മനസ്സ് അങ്ങേയറ്റം ചുട്ടുപൊള്ളുന്നൊരവസ്ഥയിൽ നിന്നാലും വാക്കുകൾ സൗമ്യമായി തന്നെ പുറത്തേക്ക് വരുന്നതിനാൽ ആളുകൾ ഇവരെ ശത്രുവായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി സുഗമമായ ഒരു വേഗതയുണ്ടാകുന്നു. അങ്ങേയറ്റം ബുദ്ധിശക്തിയോടുകൂടിയും ക്രിയാത്മകതയോടുകൂടിയും കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിനാൽ പല പ്രവർത്തനങ്ങളും ഇവർക്കിപ്പോൾ അനുകൂലമായും വിജയകരമായും വരുന്നു. യാത്ര ഗുണകരമായിട്ട് വരുന്നു. തൊഴിലിടങ്ങളിൽ തങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നു. അത് സാമ്പത്തികമായ നേട്ടത്തിന് വഴിയൊരുക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ ഈശ്വരാനുഗ്രഹം ഇവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ പ്രശ്നമായിരുന്നവർക്ക് അതിനൊരു മുക്തി കാണുന്നുണ്ട്. രോഗമുക്തിയിൽ നിന്ന് ഈ നക്ഷത്രത്തിൽപ്പെട്ട പല വ്യക്തികൾക്കും ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നു. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. പ്രണയാർത്ഥികൾക്കും ഈ അവസരം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മുഖം, അതുപോലെ ശരീരം, ഈ ഭംഗിയൊക്കെ നല്ല വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഓപ്പോസിറ്റ് സെക്സിനിടയിലുമൊക്കെ ഇവരോടുള്ള അഭിനിവേശവും ഇവരോടുള്ള താല്പര്യവും വർദ്ധിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പൊതുവെ ഗുണകരം എന്ന് വേണം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച വിശേഷിപ്പിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 10, 11 ദിവസങ്ങളാണ്.